കാലത്ത് സംഭവിച്ചതാണിത്. രാജാവ് ദുഷ്യന്ത് എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വിചിത്രമായ വിനോദമായൊരു മണ്ടൻ രാജാവാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് നാട്ടിലെ ജനങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടു. എന്തെന്നാൽ രാജാവ് ജോലി ചെയ്യാത്തവർക്കും മണ്ടന്മാർക്കും സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. പക്ഷേ ബുദ്ധിയുള്ളവരെയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെയും രാജാവ് ശിക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം മന്ത്രി ഒരു ആലോചന നൽകി. മഹാരാജാവേ, നമ്മുടെ പ്രജകളുടെ കയ്യിൽ കഴിക്കാൻ ഒന്നും തന്നെ ഇല്ല. ഇത്തവണ നല്ല വെയിലുമുണ്ട്. അതിലൂടെ വിളകളെല്ലാം കരിഞ്ഞുപോയി. കർഷകരുടെ കയ്യിൽ ഒരു ധാന്യങ്ങൾ പോലുമില്ല. അത്രയുള്ളൂ. നമ്മുടെ പ്രജകളുടെ കയ്യിൽ ഭക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ എല്ലാവർക്കും ബ്രെഡ് കഴിച്ചുകൂടെ? നമ്മുടെ കയ്യിൽ ബ്രെഡ് ഒരുപാടുണ്ടല്ലോ. രാജാവ് പറഞ്ഞ കാര്യം കേട്ട് മന്ത്രി ഒന്നും മിണ്ടാതെ തന്റെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു. ഇദ്ദേഹം എന്താ ഒരു വിഡ്ഢിയെ പോലെ സംസാരിക്കുന്നത്? പ്രജകളുടെ കയ്യിൽ ഭക്ഷിക്കാൻ റൊട്ടി പോലുമില്ല. പിന്നെ അവർ ബ്രെഡ് എവിടെ നിന്ന് കഴിക്കാനാ? പാവം ജനങ്ങൾ ഈ രാജാവ് കാരണം എന്തൊക്കെ ദുരിതം അനുഭവിക്കാൻ പോകുന്നു ആവോ? താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഒന്നുമില്ല മഹാരാജാവേ. ജനങ്ങളുടെ കയ്യിൽ ഒരു പണം പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ എങ്ങനെ ബ്രെഡ് കഴിക്കും? ജനങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ്. താൻ തന്റെ ജോലി നോക്ക്. എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ. ശരി, ഇപ്പോൾ തന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനിയും അത് പ്രതീക്ഷിക്കണ്ട. മന്ത്രി രാജാവിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ട് ആ സഭയിൽ നിന്ന് പോയി. പോയി നോക്കാം ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. മന്ത്രി നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി ആ രാജ്യം ചുറ്റിക്കാണാനായി പോയി. ഒരുപാട് ജനങ്ങൾക്ക് ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. മന്ത്രി അവരോട് സംസാരിക്കാനായി ശ്രമിച്ചു. തനിക്ക് എന്തു പറ്റി? താൻ എന്തിനാ ഭിക്ഷ എടുക്കുന്നത്? എന്ത് ചെയ്യാനാണ് മന്ത്രി? പണമുണ്ടാക്കാൻ ഒരു ജോലി പോലുമില്ല. ഈ നാട് വളരെ മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത്. അയ്യോ, തന്റെ അടുത്ത് ഒരു പണം പോലുമില്ലേ? എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു. എന്നാൽ കരമായി അത് രാജാവ് എന്റെ കയ്യിൽ നിന്നും വാങ്ങി. ഇപ്പോൾ എനിക്ക് ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയും വന്നു. ജനങ്ങളുടെ ഈ അവസ്ഥ കണ്ട് അവർക്ക് ഒരുപാട് സങ്കടം തോന്നി. ഈ കാര്യം രാജാവിനെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം നേരെ സഭയിലേക്ക് ചെന്നു. രാജാവ് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രജകൾ മാത്രം കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. മന്ത്രി സഭയിലുള്ള കാവൽക്കാരോട് ഇങ്ങനെ പറഞ്ഞു. രാജാവ് എവിടെയുണ്ട്? മഹാരാജാവ് കഴിച്ചിട്ട് വിശ്രമിക്കുകയാണ്. എനിക്ക് രാജാവിനോട് സംസാരിക്കണം. ഈ സമയത്തിൽ മഹാരാജാവിനോട് ആർക്കും സംസാരിക്കാൻ പറ്റില്ല. നോക്കൂ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജാവിനെ ബോധിപ്പിക്കാനുണ്ട്. രാജാവിനെ വിളിച്ചു വരുത്തൂ. ശരി. മന്ത്രിയുടെ കാര്യം പറയാൻ വേണ്ടി കാവൽക്കാർ രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. രാജാവ് മെത്തയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാജാവിനെ ഉണർത്തിയാൽ ശരിയാകുമോ? അത് എഴുന്നേൽപ്പിച്ചാൽ വഴക്ക് പറയും. എന്നാൽ മന്ത്രി പറഞ്ഞതല്ലേ എന്തോ പ്രധാന കാര്യമാണെന്ന്. ശരി, നമുക്ക് എഴുന്നേൽപ്പിക്കാം. 2 കാവൽക്കാരും ചേർന്ന് രാജാവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് കൊണ്ട് രാജാവിന് ഒരുപാട് ദേഷ്യം വന്നു. എന്താണാ വിഡ്ഢികളെ, എന്തിനാ എഴുന്നേൽപ്പിച്ചത്? മഹാരാജാവേ, മന്ത്രിക്ക് താങ്കളെ കാണണമെന്ന്. മന്ത്രിയോട് വൈകുന്നേരം വരാൻ പറയൂ. രാജാവേ, മന്ത്രിക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്രേ. താങ്കൾ വേഗം ദർബാറിലേക്ക് വരൂ. എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും അത് വൈകുന്നേരം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല രാജാവേ. അത് മന്ത്രി പറയേണ്ടതല്ലേ. ശരി, വരാം. രാജാവ് കാവൽക്കാരോടൊപ്പം ചേർന്ന് സഭയിലേക്ക് വന്നു. മഹാരാജൻ കീ ജയ്, മഹാരാജൻ കീ ജയ്. എന്നെ എന്തിനാണ് എഴുന്നേൽപ്പിച്ചത്? രാജാവേ, നമ്മുടെ നാട്ടിലൂടെ ഞാൻ നടക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരു ജനങ്ങൾക്കും ജോലിയേ ഇല്ല. അവർ ഭിക്ഷ എടുക്കാനും തുടങ്ങിയിരിക്കുന്നു. അതിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? രാജൻ, താങ്കൾ ജനങ്ങളോട് കരമടയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ? അത് ഒഴിവാക്കിയേക്കൂ. ഈ അവസരത്തിൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവിധ കരങ്ങളും നമ്മൾ അവസാനിപ്പിച്ചാൽ അവസാനം നാം ഭിക്ഷ എടുക്കേണ്ടി വരും. ഇങ്ങനെയൊരു ബുദ്ധി തനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മഹാരാജാവേ, ഞാൻ എന്റെ കണ്ണുകൊണ്ടെല്ലാം കണ്ടതാണ്. ഈ മന്ത്രി നമ്മെ പെരുവഴിയിലാക്കുമെന്നാണ് തോന്നുന്നത്. രാജാവ് അദ്ദേഹത്തിന്റെ സേനകളെ ആജ്ഞാപിച്ചു. ഈ മന്ത്രിയെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തു. രാജാവിന്റെ ആജ്ഞപ്രകാരം സേനകൾ മന്ത്രിയെ ആ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി.
കുറച്ചു ദിവസം അങ്ങനെ കഴിഞ്ഞതിനു ശേഷം രാജാവ് ഭവനത്തിലിരുന്ന് ഒരുപാട് വെറുത്തുപോയി. വീരന്മാരെ, നമുക്ക് വേട്ടയ്ക്ക് പോകണമെന്നുണ്ട്. എന്റെ കൂടെ വരൂ. രാജാവ് രണ്ടുപേരെ വിളിച്ച് വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. അദ്ദേഹം ആ കാട്ടിലേക്ക് പോയതും ചില കള്ളന്മാർ വന്ന് രാജാവിനെയും അദ്ദേഹത്തിന്റെ സേനകളെയും കെട്ടിയിട്ടു. അയ്യോ, നമ്മെ വിടൂ. നമ്മൾ ഈ നാടിന്റെ രാജാവാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. മിണ്ടാതെ ഞങ്ങളുടെ കൂടെ വരൂ, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കൊല്ലും. കള്ളന്മാർ രാജാവിനെ പിടിച്ച് അവരോടൊപ്പം അവരുടെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. രാത്രി സമയമായതും രാജാവിന് ഒരുപാട് വിശക്കാൻ തുടങ്ങി. അയ്യോ, നമുക്ക് നല്ലതുപോലെ വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ തരൂ. കള്ളന്മാർ രാജാവിന് വേണ്ടി ഒരു തട്ടിൽ റൊട്ടികൾ കൊണ്ടുവന്നു. രാജാവ് റൊട്ടി കഴിക്കാനായി ഒരു റൊട്ടി കയ്യിലെടുത്തതും ആ റൊട്ടി വെള്ളത്തിൽ നനഞ്ഞിരിക്കുന്നത് രാജാവ് ശ്രദ്ധിച്ചു. ആ റൊട്ടി വളരെയധികം നനഞ്ഞിരുന്നു. എന്തിനാണ് കേടായ ചപ്പാത്തി തരുന്നത്? നാം ഇത് കഴിക്കില്ല. കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ വിശന്നിരിക്കെ. നമുക്ക് പരിപ്പ് കറി വേണം. രാജാവ് അദ്ദേഹത്തിന്റെ വാശി കൊണ്ട് നനഞ്ഞ റൊട്ടികൾ കഴിച്ചേയില്ല. ചില നാളുകൾ അങ്ങനെ കഴിഞ്ഞു. രാജാവിന്റെ അവസ്ഥ വിശപ്പ് കൊണ്ട് വളരെ മോശമായി. ഒരു കള്ളൻ രാജാവിന് വേണ്ടി പാത്രത്തിൽ പരിപ്പ് കൊണ്ടുവന്നു. രാജാവ് പരിപ്പ് കഴിക്കാൻ വേണ്ടി തന്റെ കയ്യിൽ പാത്രത്തിൽ വെച്ചപ്പോൾ ആ പരിപ്പ് ഉണങ്ങിപ്പോയത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഈ പരിപ്പ് കൊള്ളില്ല. എനിക്ക് ഇതും കഴിക്കാൻ പറ്റില്ല. മിണ്ടാതെ കഴിക്ക്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? വിശക്കുന്നെന്ന് പറയുമ്പോൾ കേടായ ചപ്പാത്തി തരുന്നു, ഇപ്പോൾ കേടായ പരിപ്പും. ഇതെല്ലാം ഞാൻ എങ്ങനെ തിന്നാനാണ്? എന്താ, ഇതൊന്നും ഭക്ഷണമായി തോന്നുന്നില്ലേ? ഇത് ഭക്ഷണമാണ്. എന്നാൽ ഇത് എന്നെ പോലെ ഒരു രാജാവ് ഇത് എങ്ങനെ കഴിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ പറയൂ. നീ ഒരു രാജാവാണെന്നോ? ബുദ്ധിയുള്ളവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കുന്നു, വിഡ്ഢികൾക്ക് സമ്മാനങ്ങളും കൊടുക്കുന്നു. അതുകൊണ്ടാണ് കേടായ ചപ്പാത്തിയും അഴുക്കായ പരിപ്പും തന്നത്. അങ്ങനെയെങ്കിലും താൻ നന്നാവട്ടെ. രാജാവിന് അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം തന്റെ ജനങ്ങളെ ഒരുപാട് അധികം വിഷമിപ്പിച്ചിരുന്നു. എന്നോട് ക്ഷമിക്കൂ. നാം ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് മനസ്സിലായി. കള്ളന്മാർ രാജാവിനെ മോചിപ്പിച്ചു. ഭവനത്തിൽ വന്നതിനു ശേഷം ഏത് മന്ത്രിയെ അദ്ദേഹം രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയോ അതേ മന്ത്രിയെ രാജാവ് തിരിച്ചു വിളിച്ചു. മന്ത്രി തിരിച്ചു വന്നതിനു ശേഷം രാജാവ് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. നമ്മോട് ക്ഷമിക്കൂ മന്ത്രി, നാം വലിയ തെറ്റ് ചെയ്തു. താങ്കൾ എന്നോടല്ല, ജനങ്ങളോട് വേണം മാപ്പ് ചോദിക്കാൻ. രാജാവ് തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മോട് ക്ഷമിക്കൂ. നിങ്ങളുടെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറന്നു. ഇന്നു മുതൽ നിങ്ങളിൽ ഏൽപ്പിച്ച എല്ലാ കരങ്ങളും നാം പിൻവലിക്കുന്നു. മഹാരാജൻ കീ ജയ്! മഹാരാജൻ കീ ജയ്! ഇപ്പൊ രാജാവ് ബുദ്ധിശാലികളെ മാത്രം തന്റെ സഭയിൽ നിർത്തിക്കൊണ്ടിരുന്നു. പിന്നെ മണ്ടന്മാരെയും പണി ചെയ്യാത്തവരെയും അദ്ദേഹം പുറത്താക്കി. ഇപ്പൊ രാജാവിന്റെ രാജ്യത്തിൽ എല്ലാവരും സന്തോഷമായി ജീവിച്ചു.